ടെക്കിട്രിക്സിന്റെ ഇന്റർനെറ്റ് തുടർ പാഠ്യപദ്ധതിയുടെ രണ്ടാം അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ അധ്യായം ശരിക്കും നമ്മളൊരു ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച്, ഇന്റർനെറ്റിനെ കുറിച്ചുള്ള പഠനത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചത്. കുറച്ച് കാര്യങ്ങളൊക്കെ, അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. ഇനി നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ നെറ്റ്വർക്കിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ കൂടി കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞ് വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർഭാഗമാണ് നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നത്, അഥവാ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ വളരെ ഡീപ്പായിട്ടൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അങ്ങനെ ഡീപ്പായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു 10 അധ്യായമെങ്കിലും ചുരുങ്ങിയത് വേണ്ടി വരും. കാരണം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ അതിനോടനുബന്ധിച്ച കുറേ കാര്യങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോവാതെ ഇൻ്റർനെറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനാവശ്യമായ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ, നെറ്റ്വർക്കിൻ്റെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പ്രതിപാദിച്ച് മുന്നോട്ട് പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഓരോരോ ഘട്ടത്തിനനുസരിച്ച്, നമ്മുടെ സമയം സന്ദർഭമൊക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ വീണ്ടും വിശദീകരിക്കാം. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് നെറ്റ്വർക്ക് എന്ന് പറയുക എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ നേരിട്ട് നമുക്ക് കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇഥർനെറ്റ് കേബിൾ ഉപയോഗിച്ച് നമുക്ക് 2 കമ്പ്യൂട്ടറുകൾ തമ്മിൽ നേരിട്ട് കണക്ട് ചെയ്യാം. മുൻപൊക്കെ ഇതിന് നമ്മൾക്ക് NIC കാർഡ് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് അഡോപ്റ്റർ വേണമായിരുന്നു. ഇപ്പോൾ വരുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലും ഓൾറെഡി NIC സപ്പോർട്ട് ഉണ്ട്, അഥവാ RJ45 ഫീമെയിൽ സ്ലോട്ട് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിളുകളാണ്. അതിൽ തന്നെ CAT 3, CAT 4, CAT 5, CAT 6 അങ്ങനെ കുറേ നമ്പറുകളുണ്ട്. അതിൻ്റെ വേഗത അങ്ങനെ പലതിനെയും ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ നമ്പറുകൾ വരുന്നത്. ഇതിൽ നമ്മൾ ഘടിപ്പിക്കുന്ന കണക്ടറാണ് RJ45. ഈ കണക്ടർ കാണുമ്പോൾ നമ്മുടെ സാധാരണ ലാൻഡ് ലൈൻ ടെലിഫോണിൻ്റെ കണക്ടറുമായിട്ട് കൺഫ്യൂഷൻ ആവരുത്. അത് RJ11 ആണ്, ഇത് RJ45. RJ11ൽ 4 കേബിളേ ഉണ്ടായിരിക്കുള്ളൂ, അഥവാ 4 വയർ ഉണ്ടായിരിക്കുള്ളൂ. ഈ RJ45ൽ 4 പെയറുകളായി 8 വയർ ഉണ്ടായിരിക്കും. 4 പെയറുകളിലായി 8 വയർ ഉണ്ടായിരിക്കും. ഈ സംവിധാനത്തിൽ ക്രമീകരിക്കുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ഇതിന് ഇഥർനെറ്റ് എന്നുകൂടി പറയുന്നു. IEEE എന്ന സ്റ്റാൻഡേർഡാണ് ഇത് ഫോളോ ചെയ്യുന്നത്, അഥവാ IEEE പ്രോട്ടോകോൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം നമ്മുടെ ഇപ്പോഴത്തെ സ്കോപ്പിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് നെറ്റ്വർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഒരു പാഠം ഉൾക്കൊള്ളിക്കാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നു എന്ന് മാത്രം. 2 കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതെങ്കിൽ, ഇനി അതിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ, 2ൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് ഒക്കെ ഉപയോഗപ്പെടുത്തുന്നു. ഈ സ്വിച്ച് ഉപയോഗിച്ചാണ് നമ്മൾ കമ്പ്യൂട്ടറുകൾ പരസ്പരം കണക്ട് ചെയ്യുക. സ്വിച്ച്, റോട്ടർ പോലുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്യുക. 2ലധികം കമ്പ്യൂട്ടറുകൾ വരുമ്പോൾ നമ്മളതിൽ റൗട്ടർ, സ്വിച്ച് പോലുള്ള ഉപകരണങ്ങൾ, ഇതിന് 2നും 2 ഉപയോഗവും കാര്യങ്ങളൊക്കെയാണ്. അതും നമുക്ക് ലാന്, വാന്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നത് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ അവയെക്കുറിച്ച്, ആ ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിശദീകരിക്കാൻ കഴിയും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ നമ്മൾ ലാനിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ഉപയോഗിക്കുന്നു. അത് നമ്മൾ കുറച്ചും കൂടി വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക്, ഇൻ്റർനെറ്റിലേക്ക് ഒക്കെ കയറുമ്പോഴാണ് നമ്മൾ റൗട്ടറുകൾ ഉപയോഗിക്കുക. ഇതുപോലെ നമ്മൾ ഒരു ചെറിയ ലൊക്കേഷനിൽ ഏതാനും കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്തിട്ട്, കമ്പ്യൂട്ടർ മാത്രമല്ല അതിൽ നമുക്ക് പ്രിൻ്ററുകൾ, മറ്റു ഉപകരണങ്ങളൊക്കെ കണക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് ഒരു പരിമിതമായ ഏരിയയിൽ, ഒരു വീട്ടിലോ ഒരു ഓഫീസിലോ ഒക്കെ ആയിട്ട്, അങ്ങനെ ഒരു പരിമിതപ്പെട്ട സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നതാണ് ലാന്. ഇനി ഈ ലാന് നമ്മൾ കുറച്ചുകൂടി വൈഡായിട്ട് ഒന്നിലധികം ലാനുകളൊക്കെ കൂട്ടി ബന്ധിപ്പിച്ച് ചെയ്യുന്ന ഇതിനെയാണ് നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്ന് പറയുന്നത്. ലാന് എന്ന് പറയുന്നത് നമ്മളൊരു ലോക്കൽ ഏരിയയിൽ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, വാന് കുറച്ചും കൂടി വൈഡായിട്ട്, കുറേ കൂടി വൈഡ്, പല ബിൽഡിങ്ങുകൾ, പല സ്ഥാപനങ്ങളൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ് വാൻ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഈ 5 കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് നമുക്കൊരു നെറ്റ്വർക്ക് അഥവാ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മളൊരു സ്വിച്ച്, അതിനായിട്ടൊരു സ്വിച്ച് അല്ലെങ്കിൽ ഹബ്ബ് എന്നും പറയാം അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറുകളെ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാം. നേരിട്ട് മീൻസ് കമ്പ്യൂട്ടറുകൾ നേരിട്ടല്ല, ഈ ഹബ്ബിലേക്ക് നമ്മൾ ഓരോ കമ്പ്യൂട്ടറിനെയും കണക്ട് ചെയ്യുന്നു.
അപ്പോൾ ഈ സ്വിച്ചിൻ്റെ മുന്നിലായിട്ട് കാണുന്നത് മുഴുവനും ഇത്തർനെറ്റ് പോർട്ടാണ്, അഥവാ RJ45 പോർട്ടുകളാണ് നമുക്കതിനകത്ത് കാണുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലും എല്ലാ കമ്പ്യൂട്ടറിലും ഇതുപോലെ ഒരു മിനിമം ഒരു RJ45 കണക്ടറെങ്കിലും ഉണ്ടാവും, അഥവാ ഇത്തർനെറ്റ് പോർട്ട് ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ ഈ രീതിയിലുള്ള ഇത്തർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ട്, നേരത്തെ പറഞ്ഞതുപോലെ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്വിച്ചുമായി ഓരോ കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കാം. കണ്ടോ, ഈ രീതിയിൽ നമ്മൾ ഈ 5 കമ്പ്യൂട്ടറിനെയും നമ്മൾ ഈ സ്വിച്ചുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അഥവാ ഈ സ്വിച്ചിലൂടെ നമ്മൾ ഓരോ കമ്പ്യൂട്ടറുകളും പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ കണക്ഷൻ കൊണ്ട് മാത്രം നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ്ങോ കമ്മ്യൂണിക്കേഷനോ നടക്കില്ല. അവിടെയാണ് IP അഡ്രസ്സുകളുടെ പ്രാധാന്യം. ഓരോ കമ്പ്യൂട്ടറിനും ഒരു പ്രത്യേക തിരിച്ചറിയൽ നമ്പർ കൊടുക്കുന്നു, അഥവാ ഒരു അഡ്രസ്, IP അഡ്രസ് എന്ന് പറയുന്നത് അതിനാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഒരു നെറ്റ്വർക്കിലെ ഓരോ ഡിവൈസിനും നിർബന്ധമായിട്ടും ഒരു IP ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞില്ലേ. ഇവിടെയാണ് അതിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമാകും. അഥവാ ഈ ഒന്നാമത്തെ കമ്പ്യൂട്ടറിന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെയോ കമ്പ്യൂട്ടറിന് തിരിച്ചും കൃത്യമായിട്ട് അതായത് കമ്പ്യൂട്ടറിലേക്ക് മെസ്സേജ് അയക്കാനും അത് തിരിച്ചറിയാനും ഉപയോഗിക്കുന്നത് ഈ IP അഡ്രസ്സാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വേറെയും ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ പലതും പറഞ്ഞതുപോലെ നമ്മൾ അത്ര ഡീപ്പായിട്ട് ടച്ച് ചെയ്യാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ ARP അതുപോലെ MAC അഡ്രസ്സ്, NIC ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ചേർത്ത് പറയേണ്ടതുണ്ട്. അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നെറ്റ്വർക്കിനെ കുറിച്ച് മാത്രം നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് ചർച്ച ചെയ്യുമ്പോഴേ അത്രയും ആഴത്തിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. നമുക്ക് ഓരോ ഭാഗങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നെറ്റ്വർക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മളൊരു ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ നെറ്റ്വർക്കിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് 8-10 അധ്യായങ്ങൾ ചെയ്യേണ്ടി വരും. അതിന് മാത്രം കാര്യങ്ങൾ ഓരോ വിഷയത്തിനും ഓരോ ഭാഗത്തേക്കും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചത് അതാണ്. നമ്മൾ ഓരോന്നും പറഞ്ഞു വരുമ്പോൾ ഇതങ്ങനെ പരന്ന് പോകും. ഇപ്പം നമ്മളൊരു LAN അഥവാ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ചെയ്തു. ഇതുപോലെ പല ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ ചേർന്നതാണ് ഒരു WAN അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ആ വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇൻ്റർനെറ്റ് എന്ന് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ നമുക്ക് ആ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യണമെങ്കിൽ അവിടെയാണ് നമ്മൾ റൗട്ടർ പോലുള്ള ഉപകരണം ഉപയോഗിക്കുന്നത്. നമ്മൾ ലോക്കൽ നെറ്റ്വർക്ക് റൗട്ടറുമായും റൗട്ടർ ഇൻ്റർനെറ്റുമായും ബന്ധിപ്പിക്കുന്നു. അഥവാ നമ്മുടെ LAN ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്കായ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങൾക്കൊരു എക്സാമ്പിളായി കാണിച്ചു തന്ന ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ എത്ര LAN ഉണ്ട്? ഇതിൽ 4 LAN ഉണ്ട്. ഇതിൽ കാണുന്നതെല്ലാം ഓരോ LANകളാണ്. അതെല്ലാം കൂടി ചേരുന്നതാണ് WAN. മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ 4 LANകളെ ഉള്ളൂ. പക്ഷേ അത് 100 കണക്കിനോ അതിലധികമോ ഒക്കെ ആവാം ഒരു വാനിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ വാനിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇൻ്റർനെറ്റാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ വാൻ എന്ന് പറയാം. കാരണം അതിനകത്ത് തന്നെ ആയിരക്കണക്കിന് വാനുകളുണ്ട്. ആ ഓരോ വാനുകളിലും ആയിരക്കണക്കിന് LANകൾ ഉണ്ടാവാം. അതുപോലെ സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടറുകൾ ഉണ്ടാവാം, മറ്റ് ഡിവൈസുകൾ ഉണ്ടാവാം. ഇതെല്ലാം കൂടി ചേർന്ന് ലോകത്താകമാനം പരന്ന് കിടക്കുന്ന ഒരു വൺ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ WAN ആണ് ഇൻ്റർനെറ്റ്. ഹലോ, അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. വീണ്ടും ഓരോ ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഓരോന്നിനെ കുറിച്ചും കൂടുതൽ വിശദമായിട്ട് അല്ലെങ്കിൽ ഗഹനമായിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ചാപ്റ്ററിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.